ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു മിൻ ദി ലിമ്മത്തിൻ ഫീ ഹുല്ലത്തിൻ ഹംറാ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവവും അതുല്യമായ സൗന്ദര്യ വിശേഷണങ്ങളൊത്തതായിരുന്നു. പ്രകാശം പ്രകടമായൊരു മനുഷ്യൻ, മുഖം പ്രസന്നമായ നല്ല ആകാരമുള്ളവർ, ശരീരപുഷ്ടി കാരണം ക്ഷീണിതരോ ശരീരശോഷണം കാരണം വിഷമിക്കുന്നവരോ അല്ല. അതായത് തടിയനോ ശുഷ്കനോ അല്ല. സുന്ദരൻ, അതീവ സുന്ദരൻ, കണ്ണിന് നല്ല കറുപ്പുണ്ട്, നീളമുള്ള കൺപീലിയുള്ളവർ, ദൃഢകായൻ, നീണ്ടു മനോഹരമായ കഴുത്ത്, താടിക്ക് നീളക്കൂടുതലില്ല, നല്ല മാർദ്ദവമുണ്ട്, പുരികം വളഞ്ഞു നീണ്ട് തമ്മിൽ ചേർന്നിരിക്കുകയാണ്. ആ നിശബ്ദതയ്ക്കും എന്തൊരു ഗാംഭീര്യമാണ്. സംസാരത്തിന് ആകർഷണീയതയും പ്രസന്നതയും പ്രകടമാണ്. അകലത്ത് നിന്ന് നോക്കിയാലും കോമളർ, അടുത്താവുമ്പോൾ അതിസൗന്ദര്യവാൻ. മധുരമായ ഭാഷണം, മിതമായ വ്യക്തമായ മുറിച്ചുള്ള സംസാരം, കോർത്തിണക്കിയ മുത്തുമണികൾ ഉതിർന്നു വീഴും പോലെയുള്ള വചനങ്ങൾ, ഒത്ത ശരീര പ്രകൃതർ, അധികായനോ നീളക്കുറവിനാൽ അവഗണനീയനോ അല്ല, നിവർന്ന ശരീരഘടന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇമാം ത്വബ്റാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുകളാണിവ. ഇന്നത്തെ ഭാഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖ സൗന്ദര്യം സമ്പൂർണമായിരുന്നു. ഇത് സംബന്ധമായി ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മനോഹാരിതയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. സൂര്യൻ അവിടുത്തെ മുഖത്താണോ സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പോവുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വീർത്തതോ മാംസമില്ലാതെ നീണ്ടതോ ആയിരുന്നില്ല. ആ മുഖം അല്പം വൃത്താകൃതിയിലായിരുന്നു. ചുവപ്പു കലർന്ന വെളുപ്പ നിറമായിരുന്നു അവിടുത്തെ മുഖത്തിന്. ബറാ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വാള് പോലെയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ചന്ദ്രനെ പോലെയായിരുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രനെ പോലെ വൃത്താകൃതിയിൽ പ്രകാശമുള്ളതായിരുന്നു എന്നർത്ഥം. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വാള് പോലെയായിരുന്നില്ല, അത് സൂര്യനെയും ചന്ദ്രനെയും പോലെയായിരുന്നു. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന് സൗന്ദര്യം മാത്രമായിരുന്നില്ല, പ്രകാശവും കൂടിയുണ്ടായിരുന്നു, വൃത്താകൃതിയുമായിരുന്നു. ഇവിടെ വൃത്തമെന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ വൃത്തമല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവരണത്തിൽ അത് വ്യക്തമാണ്. അല്പവൃത്താകൃതിയിലുള്ള മുഖം അറബികൾക്ക് ഹൃദ്യമായിരുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുമ്പോൾ ചന്ദ്രക്കീറ് പോലെ അവിടുത്തെ മുഖം പ്രകാശിക്കുമായിരുന്നു. ഞങ്ങൾക്കിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വ്യക്തമായി കാണാമായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരം, ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കണ്ണാടി പോലെയാണ്. അടുത്തുള്ള ചുമരുകൾ അവിടുത്തെ മുഖകമലത്തിൽ പ്രതിബിംബിച്ചിരുന്നു. അവിടുത്തെ പ്രിയപത്നി ആയിഷ ബിബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ വസ്ത്രം തുന്നുന്നതിനിടെ സൂചി താഴെ വീണുപോയി. അതെനിക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നത്. തങ്ങളുടെ മുഖത്തെ പ്രകാശകിരണത്തിൽ ഞാൻ സൂചി കണ്ടെടുക്കുകയുണ്ടായി. ഈ സംഭവം ഇബ്നു അസാക്കി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഇത്തരം ഉപമകളും അലങ്കാരങ്ങളും കേവലാർത്ഥത്തിൽ നാം മനസ്സിലാക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപമിക്കാൻ ഒരു ഉപമാനവും പര്യാപ്തമല്ല. പിന്നെ സാഹിത്യ ശൈലി അനുസരിച്ച് സാധ്യമായതിനോട് ഉപമിക്കാറുണ്ടെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ അധിക പേരും ഉപമിച്ചിരിക്കുന്നത് ചന്ദ്രനോടാണ്. കാരണം പ്രകാശം പരത്തുന്ന ഒരു ഗോളമെന്ന നിലയിൽ ദൃഷ്ടിക്ക് വിഘ്നം തട്ടാതെ പൂർണ്ണമായി നോക്കിക്കാണാനാവുക ചന്ദ്രനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങളിൽ ഒന്നാണല്ലോ ബദർ അഥവാ പൂർണ്ണചന്ദ്രൻ. ഐശ്വര്യപൂർണവും മനോഹരവുമായ അവിടുത്തെ മുഖകമലം തന്നെ സത്യപ്രവാചകനാണെന്നതിന്റെ പ്രകടമായ തെളിവായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയ വാർത്ത കേട്ട ഉടനെ തന്നെ ജനങ്ങൾ തിരുസവിധത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ ഞാനും പോയി. അവിടുത്തെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് ബോധ്യം
ബോധ്യമായി ഇതൊരു വ്യാജവാദിയുടെ മുഖമല്ലെന്ന്. ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ സമീപിച്ചു പറഞ്ഞു, അല്ലാഹു തആല അങ്ങേക്ക് സലാം പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം ഞാൻ എൻ്റെ കുർസിയിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് നൽകിയത്. അങ്ങയുടെ മുഖത്തിന്റെ സൗന്ദര്യം എൻ്റെ അർശിന്റെ പ്രകാശത്തിൽ നിന്നുമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പുണ്യ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കനവിൽ കാണാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമേനിയുടെ മൃദുലതയും അതിൻ്റെ സൗരഭ്യവും അസാധാരണമായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു യാത്രയിൽ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തിൽ പിന്നിലിരുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊലിയേക്കാൾ മാർദ്ദവമായ ഒരു വസ്തുവും ഞാൻ തൊട്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നത് അവിടുത്തെ സുഗന്ധം കൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ആ വഴിയിലുള്ളവർക്കെല്ലാം സുഗന്ധം അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവഴി നടന്നു പോയിട്ടുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. നബി തങ്ങളുടെ ഈ സൗരഭ്യം അവിടുത്തെ വിയർപ്പിനും ഉണ്ടായിരുന്നു. അതിന്റെ മഹത്വം സ്വഹാബി വര്യന്മാർ മനസ്സിലാക്കുകയും അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി വിയർക്കാറുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വിയർപ്പിന് ദുർഗന്ധമാണ് ഉണ്ടാവുക. മനുഷ്യ ശരീരത്തിൽ നിന്ന് കിനിയുന്ന ഒരു വിസർജ്യ വസ്തുവാണല്ലോ വിയർപ്പ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന് ദുർഗന്ധത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. എന്നു മാത്രമല്ല അത് സുഗന്ധപൂരിതവുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവിടെ ഉച്ചമയക്കമുറങ്ങി. അപ്പോൾ അവിടുത്തെ ശരീരം വിയർത്തു. എൻ്റെ ഉമ്മ ഒരു കുപ്പിയുമായി വന്ന് ആ വിയർപ്പു കണങ്ങൾ വടിച്ചെടുത്ത് ശേഖരിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നപ്പോൾ ചോദിച്ചു, ഉമ്മു സുലൈം, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഇത് അങ്ങയുടെ വിയർപ്പാണ്. ഞങ്ങൾ ഇത് സുഗന്ധദ്രവ്യത്തിൽ ചേർക്കും. ഇത് സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും സുഗന്ധമുള്ളതാണ്. ഈ സംഭവം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ എൻ്റെ മകളെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു. അങ്ങ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് സഹായിക്കാൻ ഒന്നുമില്ലല്ലോ. നിങ്ങൾ വായ്ഭാഗം വിശാലതയുള്ള ഒരു കുപ്പിയും ഒരു മരക്കഷ്ണവും കൊണ്ടുവരൂ. ആ മനുഷ്യൻ അത് രണ്ടും കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ തണ്ടങ്കയിൽ നിന്ന് വിയർപ്പ് വടിച്ചെടുത്ത് ആ കുപ്പിയിലാക്കി അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇത് കൊണ്ടുപോയിക്കോളൂ. ഈ മരക്കമ്പ് കുപ്പിയിലെ വിയർപ്പിൽ മുക്കി സുഗന്ധമായി ഉപയോഗിക്കാൻ മോളോട് പറയൂ. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. അവളും അങ്ങനെ ചെയ്തു. അതുപയോഗിച്ച് അവർ സുഗന്ധം പൂശുമ്പോൾ മദീനയാകെ അതിൻ്റെ പരിമളം പരക്കാറുണ്ടായിരുന്നു. അത് കാരണം അവരുടെ വീടിന് സുഗന്ധം ഉപയോഗിക്കുന്ന വീട് എന്നൊരു പേര് തന്നെ വരികയുണ്ടായി. ബൈഹഖി ഇമാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ അസാധാരണമായ മഹത്വത്തെക്കുറിച്ച് സ്വഹാബികൾ ശരിക്കും ബോധ്യമുള്ളവരായിരുന്നു. അവസരം ലഭിക്കുമ്പോൾ അവരത് കൊണ്ട് പുണ്യം നേടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഉസൈർ ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം കൊണ്ട് അദ്ദേഹത്തെ ഇടുപ്പിന് ഒരു കുത്തുകൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങനെ വേദനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എങ്കിൽ ഇതാ പ്രതിക്രിയ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിന്നുകൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് കുപ്പായം ധരിച്ചിട്ടുണ്ട്. എന്നെ അങ്ങ് കുത്തുമ്പോൾ ഞാൻ കുപ്പായം ധരിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടൻ തൻ്റെ കുപ്പായം ഉയർത്തി. അപ്പോൾ ഉസൈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തിരു ശരീരത്തിൽ ചുംബിച്ചു പറഞ്ഞു, എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് ദണ്ഡമാണ് അള്ളാഹുവിൻ്റെ റസൂലേ. ഞാൻ ഉദ്ദേശിച്ചതും അതാണ്. ബൈഹഖി ഇമാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബദറിൽ അണിശരിപ്പെടുത്തുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറിനൊരു കുത്തുകൊടുത്തു. ഉടൻ സവാദ് റളിയല്ലാഹു അൻഹു പ്രതിക്രിയയ്ക്ക് അവസരം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയറിന്റെ ഭാഗത്ത് നിന്ന് വസ്ത്രം ഉയർത്തിയപ്പോൾ അദ്ദേഹം തിരുമേനിയിൽ കെട്ടിപ്പിടിക്കുകയും വയറിന്മേൽ ചുംബിക്കുകയും ചെയ്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, സവാദേ, എന്താണ് ഇതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, യുദ്ധമിതാ അടുത്ത് വരികയാണല്ലോ, അതിനാൽ എൻ്റെ അവസാനത്തെ പ്രവൃത്തി ഈ ശരീരത്തിൻ്റെ തൊലി അങ്ങയുടെ ശരീരവുമായി തട്ടിക്കുന്നതാവട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പുണ്യ പൂമേനിയിൽ ഒന്ന് സ്പർശിക്കാൻ, അവിടുത്തെ കൈകളിൽ ഒരു ചുംബനം നൽകാൻ, അവിടുത്തെ ആ സുഗന്ധം ഒന്ന് ആസ്വദിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകാലുകൾ ബലിഷ്ഠവും സുന്ദരവുമായിരുന്നു. കൈപ്പത്തി മാംസം തുറിച്ചു നിൽക്കുന്നതോ എല്ലുന്തി വികൃത രൂപമായതോ ആയിരുന്നില്ല. അതോടൊപ്പം വളരെ മൃദുലവുമായിരുന്നു. കൈത്തണ്ടയും തോളം കൈയും ഉരുണ്ടു തുടുത്ത് സുന്ദരമായിരുന്നു. കൈത്തണ്ടയിൽ രോമമുണ്ടായിരുന്നു. രൂപലാവണ്യത്തോടൊപ്പം ഈ അവയവങ്ങൾ മൃദുലവും ശീതളാവസ്ഥ അനുഭവപ്പെടുന്നതുമായിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മക്കയിൽ രോഗിയായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ സന്ദർശിച്ചു. അവിടുന്ന് തൃക്കരം കൊണ്ട് എൻ്റെ നെറ്റിയിലും മുഖത്തും നെഞ്ചിലും വയറിന്മേലും തടവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയിൻ്റെ ശീതളിമ ഇപ്പോഴും എൻ്റെ കരളിൽ അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻകൈയിനേക്കാൾ മൃദുലമായ പട്ടുവസ്ത്രം പോലും ഞാൻ സ്പർശിച്ചിട്ടില്ല. വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹസ്തദാനം ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ കയ്യിൽ അതിൻ്റെ അടയാളം അറിയാമായിരുന്നു. കാരണം അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കക്ഷഭാഗത്ത് ദുർഗന്ധമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവിടം സുഗന്ധമുള്ളതായിരുന്നു താനും. മുഹിബുത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാധാരണ മനുഷ്യരുടെ കക്ഷങ്ങൾ നിറപ്പകർച്ചയുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കക്ഷഭാഗം ഇത്തരത്തിലായിരുന്നില്ല. അത് അവിടത്തെ സവിശേഷതകളിൽ പെട്ടതാണ്. അവിടെ രോമമുണ്ടായിരുന്നില്ല എന്നുകൂടി ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമേനിയിലെ ഓരോ അവയവവും അനുഗ്രഹപൂർണമായിരുന്നു. അവയിൽ നിന്ന് അനുഗ്രഹം നേടാൻ സ്വഹാബികൾ താല്പര്യം കാണിച്ചിരുന്നു. അവിടുത്തെ തിരുകര സ്പർശം കൊണ്ട് അനുഗ്രഹീതരാവാൻ ഭാഗ്യം ലഭിച്ചവർ നിരവധിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയിൽ നിന്ന് ഞാൻ ധാരാളം ഹദീസുകൾ കേൾക്കാറുണ്ട്, എന്നാൽ അവയിലധികവും ഞാൻ മറന്നു പോകുന്നു എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എന്നോട് താങ്കളുടെ മുണ്ടു വിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ മുണ്ടു വിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് എന്തോ കോരിയെടുത്ത് അതിലേക്ക് ഇടുകയുണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കൂട്ടിപ്പിടിക്കുക. ഞാൻ കൂട്ടിപ്പിടിച്ചു. അതിനുശേഷം ഞാൻ കേട്ട ഒരു ഹദീസും മറന്നിട്ടില്ല. ഈ സംഭവം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാഴ്ചയിൽ ശൂന്യതയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയിട്ടത്. അതുപക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മറവിക്ക് പരിഹാരമാവുകയും മനനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തത് എന്നതാണ് അനുഭവം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ യമനിലെ പ്രതിനിധിയായി നിയോഗിച്ചു. ഞാനപ്പോൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാനൊരു യുവാവല്ലേ, അവർക്കിടയിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക? വിധി തീർപ്പ് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവിടുന്ന് എൻ്റെ നെഞ്ചിൽ അവിടുത്തെ തൃക്കരം കൊണ്ട് ഒന്ന് കൊട്ടുകയും, അള്ളാഹുവേ, ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ നീ നേരെ ചിന്തിപ്പിക്കണമേ, നാക്കിന് സ്ഥൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഉണ്ടായി. അള്ളാഹുവാണേ, അതിനുശേഷം തീരുമാനമെടുക്കുന്നതിൽ ശങ്കിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നിസ്കരിച്ചാൽ മദീനയിലെ വീടുകളിലെ പരിചാരകർ വെള്ളപ്പാത്രങ്ങളുമായി വരും. അവർ കൊണ്ടുവരുന്ന പാത്രങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമുക്കിയെടുക്കും. ചിലപ്പോൾ അവർ വളരെ നേരത്തെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈ അതിൽ മുക്കിയെടുക്കുമായിരുന്നു. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ തടവിയിരുന്നു. അത് കാരണം അദ്ദേഹത്തിന്റെ തലമുടി നരച്ചിരുന്നില്ല. ഒരു സ്വഹാബിയുടെ നീരു വന്നു വീർത്ത മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയപ്പോൾ അത് മാറുകയുണ്ടായി. ആയിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഹുനൈൻ യുദ്ധത്തിലേറ്റ മുറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയപ്പോൾ സുഖപ്പെട്ടു. അംർ ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹു 100 വയസ്സിലധികം ജീവിച്ചിരുന്നിട്ടും അദ്ദേഹത്തിന് നര ബാധിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ തടവിയതായിരുന്നു അതിന് കാരണം. അബ്ദുല്ലാഹി ഇബ്നു ഹിലാൽ റളിയല്ലാഹു അൻഹുവിന്
വയസ്സേറെയായിട്ടും യുവത്വം മങ്ങിയിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയതായിരുന്നു. അംർ ഇബ്നു അക്തബ് റളിയല്ലാഹു അൻഹുവിന് 100 വയസ്സിലധികമായിട്ടും താടി നരയ്ക്കുകയോ കവിളൊട്ടുകയോ ചെയ്തിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവർ വലിയ പണ്ഡിതന്മാരായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ തലയിൽ തടവിയിരുന്നിട്ടുണ്ട്. ഹാരിസുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മരണം വരെ ഏറെ പ്രസന്നമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയതായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശം കൊണ്ടുണ്ടായ അത്ഭുതകരമായ രോഗശമനവും ഗുണോത്കർഷവും നിരവധി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദാഇലെ പെരുന്നാൾ ദിനത്തിൽ 5-6 വയസ്സ് പ്രായമായിരുന്ന അംർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൻ്റെ കൂടെ മിനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെന്നു കണ്ടിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ പിടിച്ച് ആ പാദത്തിനും ചെരുപ്പിനുമിടയിൽ കൈവച്ചിരുന്നു. പിന്നീട് ഈ സംഭവം വിവരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ത്വൽഹത്ത് ബിനുൽ ബറാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ ചുംബിക്കാറുണ്ടായിരുന്നു. സ്വഹാബികൾ പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങൾ എന്ന നിലയിൽ നമുക്ക് മാതൃകകളാണ്. അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവോടെ തന്നെയാണ് നടന്നത്. നബി തങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശാരീരികമായ പ്രത്യേകതകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് വ്യക്തമാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എന്തെല്ലാം പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുമോ അതൊക്കെയും നമുക്ക് ഉപയുക്തമാണ്. വിശ്വാസ നിബന്ധമായിട്ടുള്ള സമീപനമാവണമെന്ന് മാത്രം. പൂർവകാല പ്രവാചകന്മാരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലും സാഹചര്യത്തിന്റെ അവസ്ഥയനുസരിച്ച് വളരെ പരിമിതവും ക്ലിപ്തവുമായിരുന്നു. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നിശ്ചയം ആ പ്രവാചകന്മാരൊക്കെ അവരുടെ സമുദായങ്ങൾക്ക് വിവരിച്ചു കൊടുത്ത അങ്ങയുടെ വിശേഷണങ്ങൾ വെള്ളം ആകാശ താരകങ്ങളെ പ്രതിബിംബിക്കും പ്രകാരം മാത്രമായിരുന്നു. ഈ വരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ തങ്ങൾ എഴുതുന്നുണ്ട്, നിശ്ചയം ആ പ്രവാചകന്മാർ ഉന്നതവും സമ്പൂർണവുമായ വാക്ക് ചാതുര്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിലും അതിലെ അല്പം ചില സൂചനകൾ മാത്രമാണ് അവർ പ്രാപിച്ചിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥ ഭാവതലങ്ങളെ ഉൾക്കൊള്ളാൻ അവർ അശക്തരായിരുന്നു. കഴിഞ്ഞ ഭാഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖ സൗന്ദര്യത്തെ കുറിച്ചാണ് നാം സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അവിടുത്തെ നയനവിശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിന്റെ സൗന്ദര്യം മുഖത്തിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗം തന്നെയാണ്. കൺപീലികളും പുരികങ്ങളും കൺമണിയുടെ കറുപ്പും ശ്രദ്ധേയമായിരുന്നു. അതിലുപരി അവിടുത്തെ കണ്ണിന്റെ കാഴ്ചശക്തിയും അനിതര സാധാരണമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിന്റെ സൗന്ദര്യം മുഖ സൗന്ദര്യത്തിന്റെ ഭാഗം തന്നെയാണ്. കൺപീലികളും പുരികങ്ങളും കൺമണിയുടെ കറുപ്പും ശ്രദ്ധേയമായിരുന്നു. അതിലുപരി അവിടുത്തെ കണ്ണിന്റെ കാഴ്ചശക്തിയിലും അനിതര സാധാരണമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. രാത്രിയുടെ ഇരുളിലും പകലിലെ പ്രകാശത്തിൽ എന്ന പോലെ നബി തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മുന്നിലേക്ക് കാണുന്നത് പ്രകാരം പിന്നിലേക്കും അവിടുന്ന് കണ്ടിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം ഞാൻ എൻ്റെ മുമ്പിലുള്ളതിലേക്ക് നോക്കും പ്രകാരം എൻ്റെ പിൻഭാഗത്തിലുള്ളതിലേക്കും നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ ഇമാമാണ്. നിങ്ങൾ എന്നെ റുക്കൂ കൊണ്ടും സുജൂദ് കൊണ്ടും മുൻകടക്കരുത്. നിശ്ചയം ഞാൻ നിങ്ങളെ എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കാണുന്നുണ്ട്. ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളെ കാണാറുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ടായി. മുഅ്തദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ പറക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ഇതെല്ലാം വ്യക്തമായ ചരിത്ര സത്യങ്ങളാണ്. ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് തിരിച്ചു വന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരണം ആവശ്യപ്പെട്ട് വിഷമിപ്പിക്കാൻ അവിശ്വാസികൾ ശ്രമിച്ചു.
ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് അവർ നബി തങ്ങളോട് തുരുതുരാ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് വെളിവാക്കപ്പെട്ടു. അവിടുന്ന് അതിലേക്ക് നോക്കി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. ഈ സംഭവം ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും ഉദ്ധരിച്ചിട്ടുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അല്ലാഹു തആല എനിക്ക് ഭൂമിയെ ചുരുക്കി കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതിലെ ഉദയാസ്തമയ സ്ഥാനങ്ങളെല്ലാം കാണുകയുണ്ടായി. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അല്ലാഹു തആല എനിക്ക് ഭൂമിയെ ഉയർത്തി തന്നു. ഞാൻ അതിലേക്കും അന്ത്യനാൾ വരെ ഉണ്ടാവുന്നതിലേക്കും നോക്കി. എന്റെ ഈ കയ്യിലേക്ക് ഞാൻ നോക്കുന്നത് പോലെ. തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അസാധാരണ കാഴ്ച തന്നെയാണ്. കേവലം തോന്നിപ്പിക്കലോ കണക്കുകൂട്ടലോ അല്ല. അള്ളാഹുവിൽ നിന്നും പ്രത്യേകമായ ആദരവ് എന്ന നിലയിൽ ലഭ്യമാവുന്ന ഒരു സിദ്ധിക്കും അതിന്റെ സ്വാഭാവികമായ സാഹചര്യങ്ങൾ ഒത്തിണങ്ങേണ്ടതില്ല. ഏതവസ്ഥയിലും ഏതൊന്നിന്റെയും സംവേദനക്ഷമതയെ സജീവമാക്കുന്നതും നിർജീവമാക്കുന്നതും അള്ളാഹുവാണല്ലോ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൂമുഖം, ആ കണ്ണിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്: മുമ്പും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരാളും മനുഷ്യരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത വിധമാണ് ആ ശരീരത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കൽ വിശ്വാസപൂർണതയുടെ ഭാഗമാണ്. കാരണം ഒരു സത്തയിലെ പ്രത്യക്ഷ ഗുണങ്ങൾ അതിൽ ആന്തരികമായുള്ള അദൃശ്യ സ്വഭാവങ്ങളുടെയും സവിശേഷതകളുടെയും തെളിവാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഭാവ വിശേഷങ്ങളിലെല്ലാം മറ്റാരും പ്രാപിക്കാത്ത പദവി നേടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾവിയും കേവല കേൾവിയേക്കാൾ ഉന്നതമായിരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുമുണ്ട്. നിശ്ചയം ആകാശം ഇപ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിപ്പിക്കുകയുണ്ടായി. അതിന് ശബ്ദം പുറപ്പെടുവിപ്പിക്കാൻ അവകാശമുണ്ട്. അതിൽ മലക്കുകൾ സുജൂദിൽ വീഴാത്തതായി 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലുമില്ല. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറയുന്നു: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരർക്കിടയിലിരിക്കെ, ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവരപ്പോൾ പറഞ്ഞു, ഞങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ആകാശത്തിൻ്റെ ഒരു തരം ശബ്ദം കേൾക്കുന്നു. അതങ്ങനെ ശബ്ദിക്കുന്നതിൽ ആക്ഷേപിക്കേണ്ടതൊന്നുമില്ല. ഈ ഹദീസ് അബൂ നുഐം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾവി ശക്തിയുടെ ഈ സവിശേഷത പ്രവാചകത്വത്തിൻ്റെ അനിവാര്യത കൂടിയാണ്. വഹ്യുമായി വരുന്ന മലക്കിനെ കാണുക എന്നതുപോലെ തന്നെ കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞിരുന്നു എന്നത് സുവ്യക്തവുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും സഫാ കുന്നിൻ്റെ മുകളിൽ നിൽക്കെ അവിടുന്ന് പറഞ്ഞു, ഓ ജിബ്രീൽ, സത്യവുമായി അങ്ങയെ നിയോഗിച്ചവനാണേ, മുഹമ്മദിൻ്റെ കുടുംബത്തിനിന്ന് ഭക്ഷണമായി ഒരു പിടി മാവ് പോലുമില്ല. ഇത് പറഞ്ഞ് തീരും മുമ്പേ ആകാശത്ത് നിന്ന് കഠോരമായൊരു ശബ്ദം മുഴങ്ങി. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിനുള്ള നിർദ്ദേശം അല്ലാഹു തആല നൽകിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല. അല്ലാഹു തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് ഭൂമിയിലെ നിക്ഷേപങ്ങളുടെ താക്കോലുകളുമായി വരാൻ നിർദ്ദേശിച്ചതാണ് ആ ശബ്ദം. അത് അങ്ങേക്ക് വെളിവാക്കി തരാൻ എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകാശത്ത് നിന്നുള്ള ആ ഭയാനക ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റാരും കേട്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ആ ശബ്ദത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അന്ത്യനാൾ അടുത്തുവോ എന്ന് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിച്ചു പോയത്. ഖബറിൽ നടക്കുന്ന ശിക്ഷയുടെ ശബ്ദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടത് ഒന്നിലധികം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മൂത്രമൊഴിച്ചിട്ട് പൂർണ്ണമായി വൃത്തിയാക്കാത്തവനും ഏഷണി കൂട്ടുന്നവനും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യം പറഞ്ഞ ശേഷം പച്ച ഈത്തപ്പനയോല ആ ഖബറിന് മുകളിൽ കുത്തിക്കൊണ്ട് സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങൾ തകരാതിരിക്കുകയും നിങ്ങൾ ചോദ്യം അധികമാക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്നത് നിങ്ങളും കേൾക്കുമായിരുന്നു.
അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ എന്തായിരുന്നു ആ ശബ്ദം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നരകത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഒരു കല്ല് 70 വർഷം മുമ്പ് താഴേക്ക് വീണിരുന്നു. അത് നരകത്തിൻ്റെ അടിഭാഗത്ത് എത്തിയപ്പോഴുണ്ടായ ശബ്ദമാണത്. അങ്ങയെ അത് കേൾപ്പിക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതുവരെ വായ നിറയെ ചിരിക്കുന്നത് കാണപ്പെട്ടിരുന്നില്ല. ഇമാം തൊബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ്. സാധാരണ ജനങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടിരുന്നു. അവിടുത്തെ കേൾവി ശക്തിക്ക് അകലം, അടുപ്പം തുടങ്ങിയ സാധാരണ ഘടകങ്ങൾ ബാധകമായിരുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സംസാരം ഒരു മനുഷ്യനെ അളക്കുന്നത് അതിലൂടെയാണ്. മികച്ചതായി നല്ലതായി സംസാരിക്കുന്ന ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മികച്ച സാഹിത്യ സമ്പുഷ്ടമായ സംസാരത്തിൻ്റെ ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമാധുരിയും അതിൻ്റെ വ്യാപനശേഷിയും അസാധാരണമായിരുന്നു. ബറാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നടത്തും. അത് വീടുകളിൽ മറക്കുള്ളിലിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ കേൾക്കാമായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരിക്കുന്നവർക്ക് കേൾക്കുന്നത് പോലെ എത്ര ദൂരെയിരിക്കുന്നവർക്കും അതേപോലെ കേൾക്കാൻ കഴിയും എന്നാണ് ഇതിന് സാരം. ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിനായിൽ വെച്ച് ഞങ്ങളോട് പ്രസംഗിച്ചു. താമസ സ്ഥലത്ത് നിന്ന് പോലും ഞങ്ങൾക്കത് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം ഒന്നും വിട്ടുപോകാതെ ഒരുപാട് ദൂരങ്ങളിൽ ഇരിക്കുന്നവർക്ക് വരെ കേൾക്കാമായിരുന്നു എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമാധുരി അവിടുത്തെ പ്രവാചകത്വത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു പ്രവാചകനും മുഖസൗന്ദര്യവും ശബ്ദ സൗന്ദര്യവും നൽകപ്പെടാതെ അയക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരത്തിൻ്റെ ആകർഷകത്വം മഹാന്മാരായ സ്വഹാബി വര്യന്മാർ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാഇൽ ഇത്തരം ഹദീസുകളുടെ ആശയം സംക്ഷിപ്തമായി ക്രോഡീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും മധുരമായും സാഹിത്യ ശൈലിയിലും സംസാരിക്കുന്നവരായിരുന്നു. ഞാൻ അറബികളിൽ സാഹിത്യ ഗുണമൊത്ത സംസാരമുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായും സ്വർഗവാസികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഷയിലാണ് സംസാരിക്കുക. അത്യാവശ്യത്തിനു മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ. മൃദുലമായിരുന്നു അവിടുന്ന് സംസാരിച്ചിരുന്നത്. നീട്ടിപ്പരത്തി അധികം സംസാരിക്കുന്നവരായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം കോർത്തിണക്കിയ മുത്തുമണികൾ പോലെയായിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ പ്രിയപത്നി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പദങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം പദാനുപദം സുവ്യക്തമായിരുന്നു. നിങ്ങൾ തുടരെ തുടരെ സംസാരിക്കുന്നവരാണ്. സ്വഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം അർത്ഥസമ്പുഷ്ടമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം സംക്ഷിപ്തവും അർത്ഥസമ്പുഷ്ടവുമായ വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത്. സംക്ഷിപ്തമായിരിക്കെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം അത് ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. സമ്പൂർണമായ വചനങ്ങളാണ് ഇവിടുന്ന് സംസാരിച്ചിരുന്നത്. അർത്ഥശൂന്യവും നിസാരമായതൊന്നും ആ സംസാരത്തിലില്ലായിരുന്നു. പരസ്പര ബന്ധമുള്ള സംസാരമായിരുന്നു. കേൾക്കുന്നവർക്ക് ഹൃദ്യസ്ഥമാക്കാനും മനസ്സിലാക്കാനും സാധിക്കുമാർ സംസാരത്തിനിടയിൽ അടക്കമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ശബ്ദമുള്ളവരും നല്ല ഈണത്തിൽ സംസാരിക്കുന്നവരുമായിരുന്നു. ദീർഘനേരം നിശബ്ദനായിരിക്കും. ആവശ്യമില്ലാതെ ഒന്നും സംസാരിച്ചിരുന്നില്ല. വെറുക്കപ്പെട്ടതൊന്നും സംസാരിച്ചിരുന്നില്ല. ദേഷ്യ സന്തോഷാവസരത്തിലൊന്നും സത്യമല്ലാതെ പറഞ്ഞിട്ടുമില്ല. നല്ലതല്ലാത്തത് സംസാരിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് തിരിഞ്ഞു കളഞ്ഞിരുന്നു. മോശമെന്ന് തോന്നുന്ന വല്ലതും പറയേണ്ടി വന്നാൽ ആംഗ്യത്തിലൊതുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ്. ഇതൊക്കെ ഇഹ്യാ ഉലൂമുദ്ദീൻ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ചാതുരിയുടെയും സാഹിത്യ സമ്പുഷ്ടമായ ശൈലിയുടെയും മുമ്പിൽ മഹാന്മാരായ സ്വഹാബികൾ വിസ്മയം കൊള്ളുകയുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ വന്നു സാഹിത്യ സമ്പുഷ്ടമായ ശൈലിയിൽ സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ശൈലിയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി. ഇതിൻ്റെ ആശയം മനസ്സിലാകാതിരുന്നതിനാൽ സദസ്സിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ,
അദ്ദേഹം എന്താണ് അങ്ങയോട് പറഞ്ഞത്, അങ്ങെന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ആശയം വ്യക്തമാക്കി. ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ അറബികൾക്കിടയിൽ കറങ്ങിയിട്ടുണ്ട്, അവരിൽ സാഹിത്യ നിപുണന്മാരായ ആളുകളുടെ സംസാരം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങയുടേതിനേക്കാൾ സാഹിത്യ സമ്പുഷ്ടമായ ഒരു സംസാരവും ഞാൻ ഇതുവരെ കേൾക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തോടെ മറുപടി പറഞ്ഞു, എൻ്റെ നാഥൻ എന്നെ അദബ് പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ ബനൂ സഈദിലാണ് വളർന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇക്കാര്യത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഭാഷ നിഷ്പ്രഭമായി പോയിരുന്നു. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം അതുമായി വന്നു. ഞാനത് ഹൃദ്യസ്ഥമാക്കുകയായിരുന്നു. അബൂ നുഐം എന്നവർ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അത്ഭുതത്തോടെ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, നാം എല്ലാവരും അറബികളാണല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെക്കാൾ സാഹിത്യ സമ്പുഷ്ടനായി തീർന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തോടെ പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഭാഷയും മറ്റു ഭാഷകളുമായി ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്ന് എനിക്കവയെല്ലാം പഠിപ്പിച്ചു തരികയുണ്ടായി. തന്നോട് സംസാരിക്കുന്നവരുടെ പ്രാദേശിക ഭാഷയിലും ശൈലിയിലും തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് തിരിച്ചും സംസാരിച്ചിരുന്നത്. സംബോധിതരായ ആളുകൾക്ക് കാര്യം വേഗത്തിൽ മനസ്സിലാവുന്നതിന് അതായിരിക്കും കൂടുതൽ ഗുണകരം. അതോടൊപ്പം തങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നവരെന്ന നിലയിൽ ആകർഷണവും ഉണ്ടാകും. സാഹിത്യ സമ്പുഷ്ടമായ ശൈലി, മഹദ്വചനങ്ങൾ, ഉപമാലങ്കാരങ്ങൾ തുടങ്ങിയവ പ്രയോഗിച്ചുകൊണ്ട് വശ്യമനോഹരമായി അവിടുന്ന് പറഞ്ഞ എത്രയോ ഹദീസുകൾ നമുക്ക് പാടാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പിൻപറ്റി ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരായി അല്ലാഹു തആല നമ്മളെ മാറ്റട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യ സമ്പൂർത്തിയിൽ അവിടുത്തെ താടിയുടെയും അതിലെ രോമങ്ങളുടെയും ആകൃതിക്കും പങ്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി ഒത്ത നീളവും അകൽച്ചയും ഉള്ളതായിരുന്നു. അഥവാ അധികം നീളമുണ്ടായിരുന്നില്ല, അധികം ഇടതിങ്ങിയതുമായിരുന്നില്ല. മിതമായി ഇടതൂർന്ന് സുന്ദരമായിട്ടായിരുന്നു അത് വളർന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയെ വിവരിച്ച് ഹാഫിദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴ്ചുണ്ടിന് താഴെയുള്ള രോമം വ്യക്തമായി കാണാറുണ്ടായിരുന്നു. അതിൻ്റെ ഇരു പാർശ്വങ്ങളും മുത്തിൻ്റെ വെളുപ്പ് പോലെയുണ്ടായിരുന്നു. പ്രസ്തുത രോമത്തിനു താഴെ ഒതുങ്ങിക്കിടക്കുന്ന മുടികളുണ്ടായിരുന്നു. താടി രോമത്തിന് മുകളിലൂടെയായതിനാൽ അത് താടിയിൽ പെട്ടതു തന്നെയാണോ എന്ന് സംശയിച്ചു പോകുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമം നല്ല കറുപ്പ് നിറമുള്ളതായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂർദാവിലും താടിയിലും നേരിയ വെളുപ്പുണ്ടായിരുന്നു. എണ്ണ ഉപയോഗിച്ചാൽ അത് വ്യക്തമായിരുന്നില്ല, എണ്ണ ഉപയോഗിക്കാത്തപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തിരുന്നു. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയുടെ അവസ്ഥ പോലും എത്ര സൂക്ഷ്മമായാണ് മഹാന്മാരായ സ്വഹാബി വര്യന്മാർ വിവരിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 17-ന്റെയും 20-ന്റെയും ഇടയിൽ മുടികളാണ് നരച്ചിരുന്നത് എന്നുവരെ സ്വഹാബികൾ കൃത്യമായി കണക്കാക്കിയിരുന്നു. നരച്ച മുടിയുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നത് അവസാനമായി എണ്ണിയതും ആദ്യകാലത്ത് എണ്ണിയതും കാരണമായിരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ ആ പുണ്യവദനം സ്വപ്നത്തിൽ ദർശിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം മാത്രമല്ല, ഉമിനീരും വിശേഷപ്പെട്ടതാണ്. ഹിന്ദ് ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായ വിശാലമായിരുന്നു. ഈ സംഭവം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇതേ ആശയമുള്ള ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ വായ പ്രശംസനീയമായിരുന്നു. മുഖസൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകമാണല്ലോ വായയുടെ ആകാരഭംഗി. അതോടൊപ്പം സൗരഭ്യം പരത്തുന്നതുമായിരുന്നു അവിടുത്തെ വായ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എല്ലാതരം സുഗന്ധദ്രവ്യങ്ങളും വാസനിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉച്ഛ്വാസത്തേക്കാൾ സുഗന്ധമുള്ളതൊന്നും ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരം: അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തൊരു ബക്കറ്റ് വെള്ളമായി ചെന്നു. നബി തങ്ങൾ അതിൽ നിന്ന് കുടിച്ചു.
ശേഷിപ്പുള്ള വെള്ളം അദ്ദേഹം കിണറ്റിലൊഴിച്ചു. അപ്പോൾ ആ കിണറ്റിൽ നിന്ന് കസ്തൂരിയുടേതിന് സമാനമായ പരിമളം വീശിക്കൊണ്ടിരുന്നു. ഉമൈറ ബിൻതു മസ്ഊദ് റളിയല്ലാഹു അൻഹായും സഹോദരിമാരും അടക്കം 5 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ബൈഅത്തിനായി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളപ്പോൾ ഉണക്കിയ വേവിച്ചതുമായ മാംസം കഴിക്കുകയായിരുന്നു. അവിടുന്ന് ഒരു മാംസകഷ്ണം കടിച്ചെടുത്ത് മഹദിയുടെ കയ്യിൽ കൊടുത്തു. അവരെല്ലാവരും അതിൽ നിന്ന് ഓരോ കഷ്ണം വീതം കഴിച്ചു. അവരിൽ ഒരാൾക്ക് പോലും പിന്നീട് മരണം വരെ വായിൽ നിന്നുള്ള ദുർഗന്ധമായ നാറ്റമുണ്ടായിട്ടില്ല. തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വദനത്തിന് സൗന്ദര്യവും സൗരഭ്യവും മാത്രമല്ല, അമാനുഷിക സിദ്ധികളും ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുപ്പുകയുണ്ടായി. പിന്നീട് മദീനയിൽ ആ കിണറിനേക്കാൾ ശുദ്ധജല ലഭ്യതയുള്ള മറ്റൊരു കിണറുണ്ടായിട്ടില്ല. അബൂ നുഐം എന്നവർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ദാഹമുണ്ടായപ്പോൾ കൊടുക്കാൻ വെള്ളം പെട്ടെന്ന് ലഭിച്ചില്ല. അപ്പോൾ അവിടുന്ന് തൻ്റെ നാവ് ഹസൻ റളിയല്ലാഹു അൻഹുവിന് നീട്ടിക്കൊടുത്തു. കുട്ടി നന്നായി ഈമ്പി കുടിച്ച് ദാഹം മറ്റി. ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കെ ദുഷിച്ച വർത്തമാനങ്ങൾ പറയാറുള്ള ഒരു സ്ത്രീ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്കും കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൾക്ക് പാത്രത്തിൽ നിന്നെടുത്ത് നൽകിയപ്പോൾ അവൾ പറഞ്ഞു, അതല്ല, അങ്ങയുടെ വായിലുള്ളതാണ് എനിക്ക് വേണ്ടത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിലുള്ളതെടുത്ത് അവൾക്ക് നൽകി. അവൾ അത് കഴിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ആ സ്ത്രീയിൽ നിന്ന് ദുഷിച്ച സംസാരമുണ്ടായതായി അറിഞ്ഞിട്ടില്ല. തൊബ്രാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം റിപ്പോർട്ട് ചെയ്തതാണ്. ആശൂറ ദിനത്തിൽ അഥവാ മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അധീനതയിലും ഫാത്തിമ ബീവിയുടെ അധീനതയിലുള്ള മുലകുടി പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറയാറുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ അവരുടെ കുട്ടികളുടെ വായിലേക്ക് അവിടുന്ന് തുപ്പിക്കൊടുക്കും. എന്നിട്ട് ഉമ്മമാരോട് പറയും, രാത്രി വരെ ഇവർക്കൊന്നും മുല കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരു തന്നെ അവർക്ക് മതിയാകുമായിരുന്നു. ബൈഹഖി ഇമാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതാണ്. ഖൈബർ യുദ്ധത്തിൻ്റെ നായകനായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കണ്ണിരോഗമാണെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണിലേക്ക് തുപ്പി സുഖപ്പെടുത്തുകയുണ്ടായി. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഖൈബറിൽ ഉസൈർ ഇബ്നു റിസാം എന്ന ജൂതന്റെ വെട്ടേറ്റ് തലച്ചോറ് വരെ ആഴത്തിലുള്ള മുറിവുമായി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നു. അവിടുന്ന് അതിലൊന്ന് തുപ്പുകയുണ്ടായി. പിന്നീട് ആ മുറിവ് പഴുക്കുകയോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ബൈഹഖി ഇമാമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ബിർ മഊന സംഭവത്തിൽ സ്വഹാബി വര്യന്മാർക്ക് അഭയം നൽകാമെന്നേറ്റതുവഴി പ്രസിദ്ധനായ അബൂബറ റളിയല്ലാഹു അൻഹു വയറ്റിൽ വേദനയുള്ള ഒരു രോഗിയായിരുന്നു. തൻ്റെ സഹോദരപുത്രൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അയച്ച് അദ്ദേഹം അതിന് പരിഹാരം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മൺകട്ടയെടുത്ത് അതിൽ ഉമിനീര് തെറിപ്പിച്ചു കൊണ്ടൂതി. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറുകയും ചെയ്തു. ഖന്തക്ക് കുഴിക്കുന്ന സന്ദർഭത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു തയ്യാർ ചെയ്ത അല്പ ഭക്ഷണം അവിടുന്ന് ഭക്ഷണപാത്രത്തിൽ തുപ്പിയപ്പോൾ അത് വർദ്ധിക്കുകയുണ്ടായി. ആ ഭക്ഷണം 1000-ഓളം സഹാബി വര്യന്മാർ കഴിക്കുകയുണ്ടായി. ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹുദൈബിയ സന്ധി സന്ദർഭത്തിൽ വെള്ളത്തിന് പ്രയാസം നേരിട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന വറ്റിവരണ്ട ഒരു നീർച്ചാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുപ്പി. അതോടെ 1400 സ്വഹാബികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം തീർക്കാനാകുന്നത് വിധം ജലപ്രവാഹമുണ്ടായി. ഇത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. ഫതഹുൽ ബാരിയിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിലെ നീരിൻ്റെയും നാവിൻ്റെയും പ്രത്യേകതകൾ വ്യക്തമാവുന്നതിന് ഇത് ധാരാളം മതിയാവുന്നതാണ്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിൻ്റെ ആകാര സൗന്ദര്യത്തിനിണങ്ങും വിധം അല്പം വലുതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ്. മാംസളമായി രൂപഭംഗി ഒത്തതായിരുന്നു അത്. ശിരോരോമം അല്പം ചുരുണ്ടു തൂങ്ങിക്കിടക്കുന്നതായിരുന്നു. സാധാരണ ചുരുണ്ട മുടി പോലെ പാറിപ്പറന്ന് പൊങ്ങി നിൽക്കുന്നതായിരുന്നില്ല. ഒതുങ്ങിത്താഴ്ന്ന് കിടക്കുന്നതായിരുന്നു. അത് ചെവി വരെ തൂങ്ങിക്കിടന്നിരുന്നു. മുടിയുടെ നീളത്തെക്കുറിച്ചും ഒതുക്കത്തെക്കുറിച്ചും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല മുടിയുള്ളവരായിരുന്നു. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മുടിയുള്ളവരും അത് ചീകി ഒതുക്കുന്നവരുമായിരുന്നു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിമുടിയും തലമുടിയും നല്ല കറുപ്പ് നിറത്തിലുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയുടെ സവിശേഷതയും അതിന്റെ ബറക്കത്തും പ്രസിദ്ധമാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യർമൂക്ക് യുദ്ധവേളയിൽ കാര്യമായെന്തോ തിരയുന്നത് കണ്ടു. അദ്ദേഹം തന്റെ തൊപ്പി തിരയുകയായിരുന്നു. ഒടുവിൽ അത് ലഭിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറ നിർവഹിച്ച് തഹല്ലുൽ വേളയിൽ മുടി കളഞ്ഞു. അവിടുത്തെ ശിരസിന്റെ വിവിധ ഭാഗങ്ങളിലെ മുടികളെല്ലാം ഓരോരുത്തരെടുത്തു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂർധാവിലെ മുടിയാണ് കിട്ടിയത്. ഞാനതെൻ്റെ ഈ തൊപ്പിയിൽ തുന്നിവെച്ചിരുന്നു. ഇത് ധരിച്ചു ഞാൻ സംബന്ധിച്ച ഒരു ധർമ്മസമരത്തിലും എനിക്ക് സഹായം ലഭിക്കാതിരുന്നിട്ടില്ല. ബൈഹഖി ഇമാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞ ശേഷം ഹജ്ജിൽ നിന്നുള്ള ഒന്നാമത്തെ തഹല്ലുലാവുന്നതിന് ശിരോരോമം നീക്കാൻ ശുരകനെ ഏൽപ്പിച്ചു. അവിടുത്തെ വലതുഭാഗം ശുരകന് കാണിച്ചു കൊടുത്തു. ആ ഭാഗം അദ്ദേഹം മുണ്ടനം ചെയ്തു. ആ മുടി അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. പിന്നീട് ഇടതുഭാഗം മുണ്ടനം നടത്തി. ആ മുടിയും അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന് തന്നെ നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്ന നിലയിൽ അതിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ പ്രവൃത്തിയിലൂടെ. പരമ്പരാഗതമായി കൈമാറി വന്ന വിശുദ്ധ കേശഭാഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അത്യാദരപൂർവ്വം സൂക്ഷിക്കപ്പെടുകയും ബറക്കത്തെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ തിരുകേശം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചുംബിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ആളുകൾക്കിടയിൽ അസാധാരണമാം വിധം ഉയർന്ന നിലയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണപ്പെട്ടിരുന്നത്. അവിടുത്തെ പ്രിയ പത്നി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഗായനോ ഹ്രസ്വഗായനോ ആയിരുന്നില്ല. ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഒത്ത ഉയരമാണെന്ന് കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉയരം കൂടിയ ആളുകൾ നടക്കുകയാണെങ്കിൽ അവരെക്കാൾ ഉയരമുള്ളവരായിരുന്നു അവിടുന്ന്. ഉയരമുള്ള രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കാൾ ഉയരത്തിലായിരിക്കും. അവർ പിരിഞ്ഞാൽ നബി തങ്ങൾ ഒത്ത ആളാണെന്നേ പറയാൻ സാധിക്കൂ. ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദ് ബിൻ ഹാല റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷണമൊത്ത രൂപമുള്ളവരായിരുന്നു. മാംസളമായിരുന്ന ആ മേനിയിൽ ഒതുക്കം പ്രകടമായിരുന്നു. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശരീരം ശുഷ്കിച്ചതായിരുന്നില്ല. എന്നാൽ മാംസളമായി അങ്ങുമിങ്ങും തുറിച്ചും പൊന്തിയും വികൃതവുമായിരുന്നില്ല. ഭംഗിക്ക് മാറ്റുകൂട്ടും വിധം അവയവങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും പരസ്പരം രൂപഭാവപ്പൊരുത്തമുണ്ടായിരുന്നു എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നതായിരുന്നു അവിടുത്തെ മാറിടം. വിശാലമായ നെഞ്ചും പുറത്തേക്കുന്താത്തതും അകത്തേക്ക് ഒട്ടാത്തതുമായ വയറുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടവയർ വിഷമിപ്പിച്ചിട്ടേയില്ല. ഒട്ടിയ വയറിന്റെ ന്യൂനതയും ഉണ്ടായിരുന്നില്ല. ഹിന്ദ് ബിൻ ഹാല റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വസ്ത്രം മറച്ചിട്ടില്ലാത്ത ഭാഗം പ്രഭാപൂരിതമായി കണ്ടിരുന്നു. കണ്ടത്തിൽ നിന്ന് പൊക്കിൽ വരെ നീണ്ടു വരിവരിയായി കിടക്കുന്ന രോമരേഖ കാണാമായിരുന്നു. സ്തനങ്ങളുടെ ഭാഗത്തോ നെഞ്ചിന് മുകളിലോ രോമമുണ്ടായിരുന്നില്ല. കൈത്തണ്ടയിലും ചുമലുകളിലും നെഞ്ചിന്റെ മുകൾ ഭാഗത്തും ചുരുക്കൻ രോമങ്ങൾ ഉണ്ടായിരുന്നു. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കറുത്ത വസ്ത്രം ഹദിയയായി ലഭിച്ചു. തങ്ങൾ അത് ധരിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു, എന്റെ ശരീരത്തിൽ ഇതെങ്ങനെയുണ്ട് ആയിഷ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങയുടെ ശരീരത്തിൽ ഇതിനെന്തുമാത്രം സൗന്ദര്യമാണ്. അങ്ങയുടെ വെളുപ്പും വസ്ത്രത്തിന്റെ കറുപ്പും കൂടുതൽ കൂടുതൽ പ്രകടമാകുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പുണ്യ പൂമേനിയെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.